ഈ വട്ടം വെതേറ്റിയ ഈ വട്ടം മോഹൻലാലും മമ്മൂട്ടി തേഞ്ഞി പോകുമ്പോൾ സൗണ്ടാണ് ഇടാൻ പോകുന്നത്. ഓനൊന്ന് കാണിച്ചേ. ഒന്നിട്ടേ. മോഹൻലാൽ തേഞ്ഞി പോകുമ്പോലെ ഇനി മമ്മൂട്ടി പോകുമ്പോലെ, സുരേഷ് ഗോപി പോകുമ്പോലെ. അല്ല മോനെ, ഇതെല്ലാം ഒരേ സൗണ്ട് അല്ലേ? എല്ലാരും ഒരു തേനിയല്ലേ മാവേലി പോകുന്ന, അപ്പൊ ഒരു സൗണ്ട് അല്ലേ വരത്തുള്ളൂ. മണ്ട്. അറിയാലോ, കൂടെ ഉണ്ടാവണം. അരെ പ്രതിഭട്ട, ഡോണ്ട് വറി, യു വിൽ ബി ഫെയിൽഡ്. അത് മതി. എന്താ പറഞ്ഞേ? നമ്മൾ എന്തായാലും ജയിക്കും. ഇംഗ്ലീഷ് പറഞ്ഞ അയ്യാ, ഒരു 10 രൂപ കൂടെ അയ്യാ. ഫുഡ് കഴിച്ചിട്ട് 2 ദിവസമായി. ഏയ്, പെട്ടെന്നൊരു ചാടറാ. കുട്ടി നേരെ നോക്കൂ. നേരെ നോക്കാനോ? ആ കുട്ടി സമയം നോക്കിക്കൊണ്ടിരിക്കോടാ. മോളുടെ പേരെന്താണ്? മോളെ പേര് വീണ. വായിക്കട്ടോ. വീണേ, മോളെ ഒന്ന് നോക്കടി. ഇങ്ങോട്ട് നോക്ക. മോള് ഉപദ്രവം വല്ലതും ഉണ്ടോ? ഉപദ്രവം എന്നെ കിട്ടിയ ഉപദ്രവിക്കും, ഞാൻ അടുത്ത് പോകത്തില്ല. ആ നല്ല കേട്ടോ, പോണ്ട, മണ്ട ഇടിച്ച് കീറും. ഇത് കൂടി ഇനമാണ് കേട്ടോ. അതൊന്നും വേണ്ട, നീ ഇത്തിരി അടങ്ങി. എന്റെ അടുത്ത് ഞാൻ ഇത്തിരി സ്നാനം പിടിക്കാൻ പറഞ്ഞേ ഉള്ളൂ, നീ ഓവറാക്കല്ലേ. ഇങ്ങോട്ട് നോക്കൂ, കൊച്ചുസ്വാമിയുടെ മോളോട്ട് നോക്കൂ. എന്തിനാ ഇത്, കഥകളിയാ? ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കുക. ഇത് നമ്മുടെ കൈ നിൽക്കുന്നു തോന്നുന്നില്ല. പച്ചക്കറിയെ കൂട്ടു, മീനൊന്നും ഇഷ്ടമല്ല. നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് നമ്മുടെ സ്വാമിയുടെ അടുത്ത് നിന്ന് എന്താണ് വേണ്ടത്? നമ്മൾ എന്താണ് നടത്തി തരേണ്ടത്? ആ പാവം കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് നീ പോവാൻ വേണ്ടി നമ്മൾ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ ചെയ്യൂല കേട്ടോ, ഇവൻ ചെയ്തു തരും. നീ എന്തിനാണ് ഈ പാവം കുട്ടിയുടെ ദേഹത്ത് കയറിയിരിക്കുന്നത്? നിനക്ക് പൊക്കൂടെ വഴിക്ക്. ആരെ? ആര്? എന്റെ പേര് പറയണ്ടേ? സുനിയാണോ? എന്താ ഞാൻ കൊണ്ടുവരാം. പഴവും സാമ്പ്രാണി എന്താ നീ ആനൂട്ടിന് വന്നേ? സാറേ, കൂട്ടുകാരനൊപ്പം ചെറുതായിട്ട് ഡെഡ് ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ബോഡിയുടെ അടുത്തിരിക്കുന്ന പഴമായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്തു. ആകാര സാധനമല്ലേ സാറേ, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് ചോദിച്ചു. വണ്ടിക്കൂലി പോലായി. മീറ്റിംഗിനോ? ഇത്രയും നേരം വെറുതെ ഇരുന്നപ്പോ നിനക്ക് പോണ്ടായിരുന്ന ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കായി. ഹലോ ബേബി, ഫ്രീ ആണോ? ഫുഡ് കഴിച്ചോ? ഇയാൾക്കെല്ലാം മടുത്തോ? മടുത്തോ? അല്ല, മടുത്തില്ല. ബാത്റൂമിൽ പോട്ടടി. ബെഡ്റൂമിൽ പോട്ടെന്ന് ആരുമായിട്ട്? ബെഡ്റൂം അല്ല, ബാത്റൂമിൽ പോട്ടെന്ന് പ്ലീസ്. ഓ, ബാത്റൂമിൽ എന്തിനാ പോന്നേ? ബാത്റൂമില ഓണമൊക്കെ അല്ലേ, അത്തപ്പൂക്കൾ ഇടാന്ന് വെച്ച്. എന്തൊക്കെ പൂക്കളാ ഉള്ളേ? ബന്തി, ജമന്തി, മന്തി. മന്തിയോ? ഉച്ചക്ക് അതല്ലേ കഴിച്ച, അപ്പൊ അതല്ലേ ഇടാൻ പറ്റൂ. Hi. Namaste. Your ticket, please. Oh my God, I missed. What? My heart when you smiled. Oh. Here is my ticket. Okay, go that way and this way. Thank you. Okay. So, where is my ticket? I already gave. That's the ticket to Dubai. I asked the ticket to your heart. Oh, ഹസ്ബൻഡിന്റെ നമ്പർ തരാം. എന്റെ ഹൃദയത്തിലേക്കുള്ള വഴി വള്ളി പുള്ളി തെറ്റാതെ അങ്ങേര് പറഞ്ഞു തരും. കനത്ത മഴയത്ത് കിടന്നുറങ്ങുന്ന ഞാൻ. ആ മോനെ, നീ എന്തെടുക്കുവാ? ഞാൻ ചുമ്മാ കിടക്കുവാ. ആ, അവിടെ മഴ പെയ്യുന്നുണ്ടോ? ആ, പെയ്യുന്നുണ്ട്. അയ്യോ, ഇടിവെട്ടുപണി എല്ലാം ഊരിയിട്ട് വേണ്ടോ കിടക്കാൻ? ഓക്കെ. A
A few moments later. മഴ കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മ. ഇവനിതൊന്നും ഊരിയിട്ടില്ലേ? മോനെ മോനെ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ വെളിവില്ലാത്ത ചെക്കനെ കൊണ്ട് തോറ്റു. എന്തുവാണീ? ഞാൻ ഇവനോട് പറഞ്ഞു വീഡിയോ വെട്ടുവാണെങ്കിൽ എല്ലാം ഊരിയിട്ടിട്ട് കിടക്കണമെന്ന്. ഞാൻ വന്ന് നോക്കിയപ്പോ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും AC എല്ലാം കുത്തിയിട്ടുണ്ട്. ചെക്കനാണെങ്കിലോ തുണിയെല്ലാം ഊരി കളഞ്ഞിട്ട് കിടപ്പുണ്ട്. ഞാൻ വന്നപ്പോ കണ്ട കാഴ്ച എന്റെ പൊന്നോ മതി. ഈ ശാന്തയില്ലാത്ത കുടുംബശ്രീ ചോറില്ലാത്ത സത്യം പോലെയാണ്. ചോറിന് പകരം വല്ല പൊറോട്ടയോ ചപ്പാത്തിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാണിച്ചു തരാടി. മൂർഖം പാമ്പിനെ നീയൊക്കെ നോവിച്ചു വിട്ടേക്കണം. ഇനി ഈ മൂർഖം പാമ്പ് ഇവിടെ കിടന്ന് ചലച്ച തല്ലിക്കൊന്ന് ചാലിത്താക്കും. ഈ ക്ലാസ്സിൽ പഠനത്തിന് ആവശ്യമില്ലാത്ത പല ഉപകരണങ്ങളും കൊണ്ടുവരുന്നതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പരാതി വരാതിരിക്കണം? സാറി പഠിപ്പിക്കാൻ ആവശ്യമില്ലാത്ത സാധനം പോക്കറ്റിട്ടുണ്ടോ? എങ്ങനെ പരാതി പറയാതിരിക്കും? സാറി 5 കണ്ണുള്ള സാമാനം എടുത്ത് പോക്കറ്റിട്ടും കോള് വരുമ്പോ ഇറങ്ങി വെളിയിപ്പം. അവരിതൊന്നും കാണില്ലേ, പിന്നെ പരാതി അറിയില്ലേ? എന്നിട്ട് അവര് പരാതി പറഞ്ഞെന്ന് വന്ന് നമ്മളടുത്ത് പറഞ്ഞ് കണാക്കോണ. സാറ് പറയുന്നതല്ല ചെയ്യുന്നത്, ചെയ്യുന്നതല്ല പറയുന്നത്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നന്നാക്കി വിടോ. ഒരു ചാടിച്ചാലോ? നിലവിലെ ലെമൺ സ്പൂൺ ചാമ്പ്യൻ ഈ ലോ ക്ലാസ് ആയിട്ട് ചാടിക്കേ. ഓണപ്പരിപാടിയാണ് വരുന്നത്. ഹെൽത്ത് ശ്രദ്ധിക്കണം. നല്ല ഡ്രൈ ഫ്രൂട്ട്സോ ഷേക്കോ കുടിക്കാം. കമോൺ. ഓക്കെ. ലെമൺ സ്പൂൺ ചാമ്പ്യൻ അല്ലേ? അതെ. സെൽഫി എടുക്കേണ്ടി വരില്ലേ? എടുത്തോ. അതിലും നല്ലത് തൂങ്ങിച്ചാവില്ല. മാനേജർ പുറത്താരുമില്ലല്ലോ? ഇല്ല ഡയറക്ടർ സാർ. ഓക്കെ, ഭർത്താവ് ഇപ്പോഴൊന്നും വരില്ലല്ലോ അല്ലേ? ഇല്ല, ചേട്ടൻ പുറത്തു പോയിരിക്കും. അങ്ങനെയാണ് ഈ കുട്ടി തന്നെ എന്റെ പടത്തിലെ നായിക. ആദ്യം നമുക്ക് അഭിനയം പഠിക്കാം. സാർ അഭിനയിച്ച് കാണിച്ചു തരൂ. കുട്ടി എന്തായി പറയണേ? സാറിന് നവരസൂടാൻ പോലും അറിയത്തില്ല. എന്നാ താൻ എന്നിട്ട് കാണിച്ചേ. വൈനോട്ട് ശൃംഗാരം വീരം രൗദ്രം നോയിക്കോ. അപ്പീടെ അല്ല പറഞ്ഞത്. താൻ പുറത്തു പോയി നിന്ന് ആരെങ്കിലും വരണ്ടോന്ന് നോക്ക്. ഓക്കെ. അതെ സാർ. സാർ കല്യാണം കഴിച്ചതാണോ? ഏയ്, ഞാൻ ബാക്ക് ബെഞ്ചറാ. അത് തന്നെ. ഞാൻ കട്ടിലടി കൊടുക്കട്ടെ? ചേട്ടൻ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കും. അത്രയും ബുദ്ധിയുള്ള ആളാ. നീ ഒരുത്തരം ഡിങ്കോൾപ്പിയാണ് നിന്നെ അറിഞ്ഞല്ലോടി. എവിടെ അവൻ? ആരും ചേട്ടാ, ആരുമില്ല. മിണ്ടരുത് നീ. എവിടെ? കട്ടിലടിയിലുണ്ടാവും. എവിടെ? ഇവിടെ ഒരു ഫ്രെയിം വെച്ച ആരുടെ ഫ്രെയിമൊക്കെ സോറി സാർ. അങ്ങനെ വന്നൊരു ഫ്ലൈ ഓവർ ഷോട്ടും കൂടെ കൊടുത്താൽ കിട്ടും അല്ലേ? അതെ. പിന്നെ ഒരു വൈഡ് ഫ്രെയിമും കൂടെ വേണം. നോക്കട്ടെ. എന്താ ചേട്ടാ മണ്ട? ക്യാമറയുടെ അടപ്പൂരാതെ ഫ്രെയിം നോക്കിയത്. പിന്നെ അമ്മായി, ഇക്രോന് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും ബിസ്ക്കറ്റും വേണം. മാമൻ പറഞ്ഞല്ലോ വിമാനത്തിന് ഫ്രീ ആയി തിന്നാൻ കിട്ടുന്നു. ഇതൊന്ന് ആകാശത്തിലോട്ട് ഉയർന്നിട്ട് പോരെ? അതെന്താ, മേലത്തെ സ്റ്റോപ്പിൽ നിന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് ഈ ബിസ്ക്കറ്റും ജ്യൂസും വാങ്ങിക്കണോ? ഈ ചെറുക്കനെ കൊണ്ട് നൈസിൽ ചിരിച്ച് ഒഴിവാക്കിയതൊക്കെ കൊള്ളാം. പക്ഷെ സാധനം കിട്ടിയില്ലെങ്കിൽ വിമാനത്തിന് തീയിടും ഞാൻ. അഡ്രസ് ഒന്നും ഇല്ല അവിടെ. ഇടി നടക്കുമ്പോ അവന്റെ എന്തെങ്കിലും സ്കെച്ചിങ് അങ്ങനെ എന്തെങ്കിലും അവൻ അറിയാവോ? മുഖത്ത് താടിയുണ്ട്. ഇതെന്തോന്നു? അത് എല്ലാവർക്കും ഉള്ള തന്നെ, അല്ലാതെ റെയർ ആയിട്ട് അവന്റെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ? മുടിയുണ്ട്. എടാ, വേറെ എന്തെങ്കിലും റെയർ ആയിട്ടുണ്ടോ? കവിളിന്റെ മേളില് പിരിയുണ്ട്. ഇത് എന്തൊരു പയ്യ ഇത്? അല്ലാതെ എനിക്ക് ഒന്നും അറിയത്തില്ല. എടാ, അവൻ ചിരിക്കുമ്പോ വല്ല കോന്ത്ര പല്ലോ മോണ കാണിച്ചോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഞൊണക്കുഴി അങ്ങനെ എന്തെങ്കിലും? ചിരിക്കുമ്പോ ചുണ്ട് മാറുക. എടാ മൈര, മരുന്നിന്റെ ഉപ്പ. ഉപ്പാക്ക് വിളിക്കുന്ന നാറി. പിന്നെ ഉപ്പാന്നല്ലാതെ ഉപ്പാന്ന് വിളിക്കാൻ അയ്യോ? ഞാൻ ആരെന്നറിയോ നിങ്ങക്ക്? നീ ആരായ? നമുക്ക് എന്താക്കണു?
കോഴിക്കോട് അൻവർ ബായിന്റെ ആള്. അങ്ക് പുലിനെ എന്നെ പേടിയില്ല, പിന്നെ എലീനെ. നിന്നെ ഞാൻ എടുത്തോളാ. എടുക്കണ്ട, ഞാൻ നടന്നിട്ട് തന്നെ വരാം. ഏയ് ഇല്ല പറലോ. എന്താ പ്രശ്നം എന്താ? ഡോക്ടർ, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വെളുപ്പിന് 4 മണിക്കൊക്കെ എനിക്ക് മുട്ട വരികയും. ഡബിൾ ആണ്. അതറിഞ്ഞിട്ടെന്തിന്? അല്ല, എനിക്ക് സിംഗിളാ ഇഷ്ടം. അല്ല, ഉറങ്ങാൻ പറ്റാത്ത എന്ത് ചിന്തകൾ കടന്നു വരുമോ രാത്രിയില്? അല്ല ഡോക്ടർ, ഞാൻ ഈ മിതമായിട്ട് ഫോൺ ഉപയോഗിക്കുക. മിതമായെന്ന് പറയുമ്പോ എപ്പോ? ഞാൻ ഒരു 12 മണിക്ക് ഉപയോഗിച്ച ഒരു വെളുപ്പിന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെക്കും. എന്നിട്ട് എപ്പോ ഉറങ്ങും? ഞാൻ ഒരു 6:30 ആകുമ്പോൾ ഉറങ്ങും ഡോക്ടർ. എന്നിട്ട് എപ്പോ എണീക്കും നീ? വൈകുന്നേരം ഒരു 5:30. എന്നിട്ട് രാത്രി നിനക്ക് ഉറക്കമില്ല. നിനക്കേടാ, ഞാൻ അമേരിക്കയിലോട്ടൊരു വിസ അടിച്ചു തരാം. അപ്പൊ അവിടെ പോയി എന്റെ അസുഖം മാറും ഡോക്ടർ? അണ്ടേ അടിച്ച് ഞാൻ പൊളിക്കും. പോടാ. എന്താ പറ്റിയ ഡോക്ടർ? രാത്രി മുള്ള ഇറങ്ങിയപ്പോ എന്തുകൊണ്ട് പേടിച്ചു? താഴോട്ട് നോക്കി കാണും. അല്ല, എന്തോ കണ്ടത്? കുരങ്ങനെ പോലത്തെ എന്തോ കണ്ടെന്ന് ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഇവന് ഹല്ലേലൂയ വരുന്നുണ്ട്. എന്തോ പള്ളിക്കടുത്താണോ വീട്? അല്ല ഡോക്ടർ, ഈ കാണാത്ത കാണുന്നു. എടാ, ഹല്ലേലൂയ ആലു പൊറോട്ട ഒന്നുമല്ല, ഹാലുസിനേഷൻ. പൂ വാങ്ങിക്കാൻ എവിടെ പോവോ എന്തോ? പൂക്കടയിൽ പോണം. അപ്പോഴും നീ നേരത്തെ എന്തിനു പറഞ്ഞോണ്ടിരുന്ന പൂവല്ലേ? ഓ, നമ്മളെ കോളേജ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 30,000 രൂപയാണ് പിരിച്ചിട്ടിയ. ആ പൈസ എന്റെ കയ്യിലാണ് ഇരിക്കണേ. ഏതെങ്കിലും ഓനെ കടയിൽ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ച് കൊടുത്തിട്ട് വേണം അതിൽ നിന്ന് ഒരു 10,000 രൂപയെങ്കിലും തട്ടാൻ. നാളെ ഇല്ലടാ കോളേജ് പിള്ളേരുന്ന് പൈസ മുക്കാൻ. ഇച്ചിരിയെങ്കിലും അന്തസ് വേണം കേട്ടാ. ഒരു 5,000 രൂപ കയ്യിലങ്ങ് വെച്ച് തന്നാലാ. കുറച്ച് പൈസ മുക്കിയെന്നും പറഞ്ഞുകൊണ്ട് അന്തസ്സിന് ഫോട്ടോ ഒന്നും വരൂലല്ലേ? ഇല്ല. എന്തുകൊണ്ടാ വിഷമിച്ചിരിക്കുന്നത്? എന്റെ പൊന്നളി, എനിക്കാണ് ജീവിതം മടുത്തു. ഭരണം വീട്ടുകാർ മൊത്തം ഭരണം ഒളിയ. മുഖ്യമന്ത്രി പോലും ഇങ്ങനെ ഭരിക്കത്തില്ല. ഞാൻ ഒരാണല്ലേ എളിയ. ആ പറഞ്ഞതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ. അതല്ല, നീ പറഞ്ഞത് പോയില്ല. ഇതേ വിഷമങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു അളിയ. ഇത് മാറാൻ എന്നെ സഹായിച്ച ഒരാളുണ്ട്, സിഗ്മ ബാബു. അങ്ങേരാണ് ആണ്. അങ്ങനെ കാണാൻ പറ്റൂ? അങ്ങനെ കാണാനൊക്കെ പറ്റും, പക്ഷെ അവിടെ ചെന്ന് കാണാൻ കൂടെ സംസാരിക്കും. ഉറപ്പല്ലേ? എങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? അണ്ണാ സാറേ, എനിക്ക് ഡിപ്രഷനാ. എന്ത് പറയുമ്പോഴാ കൂടുതൽ ഡിപ്രഷൻ ആവുന്നത്? എനിക്കാണെങ്കിൽ അച്ഛൻ കടയിൽ പോകാൻ പറയുമ്പോഴാ. നാളെ അച്ഛൻ കടയിൽ പോകാൻ പറയുമ്പോഴേ കൂടെ പുല്ലെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ അടിക്കും. അടിക്കണ തിരിച്ചടിക്കും, എന്നിട്ട് തറയിലിട്ട് ചവിട്ടി തേക്കും. എന്നിട്ട് മറ്റേ ഈ സിമ്പിൾ കാണിച്ചാൽ മതി. ചോദിച്ചാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ